തൻ്റെ അറിവിൽ ഒരുപാട് അഹങ്കരിച്ചിരുന്ന ആളായിരുന്നു പണ്ഡിതൻ. എല്ലാം തികഞ്ഞവനാണ്, തനിക്കെല്ലാം അറിയാം എന്നൊരു ഭാവം. അദ്ദേഹം സന്യാസിയുടെ അടുത്തെത്തി സന്യാസിയോട് ചോദിച്ചു, അല്ലയോ ഗുരു, എനിക്ക് എല്ലാ അറിവും ഉള്ള ഒരാളല്ലേ ഞാൻ എല്ലാം തികഞ്ഞവനല്ലേ, അങ്ങേക്ക് തോന്നുന്നില്ലേ എന്ന് ചോദിച്ചു. ഉടനെ സന്യാസി പറഞ്ഞു, എനിക്കങ്ങനെ തോന്നുന്നില്ല, കുറച്ചുകൂടി കാര്യങ്ങൾ താങ്കൾ പഠിക്കാനുണ്ട്, അത് പറഞ്ഞു തരാൻ എനിക്ക് സാധിക്കില്ല. താങ്കൾ തൊട്ടടുത്ത ഗ്രാമത്തിൽ ഒരു വൃദ്ധനായ കച്ചവടക്കാരനുണ്ട്, അദ്ദേഹത്തിനടുത്ത് ചെല്ലൂ, അദ്ദേഹം താങ്കൾക്കത് പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ അല്പം ദേഷ്യം തോന്നിയെങ്കിലും പണ്ഡിതൻ നേരെ തൊട്ടടുത്ത ഗ്രാമത്തിലെത്തി. ഗ്രാമത്തിലെ വൃദ്ധനായ കച്ചവടക്കാരൻ്റെ അടുത്തെത്തി. അപ്പോൾ കച്ചവടക്കാരൻ പറഞ്ഞു, എനിക്കങ്ങനെ പാഠങ്ങളൊന്നും പഠിപ്പിച്ചു തരാൻ കഴിയില്ല, കാരണം ഞാനൊരു സാധാരണ മനുഷ്യനാണ്. പക്ഷേ ഇവിടെ കുറച്ച് നേരം താങ്കൾ ഇരിക്കൂ, താങ്കൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കടയിൽ കുറേ ഭരണികൾ നിരത്തി വച്ചിരിക്കുകയാണ്. ഓരോ ഭരണികളിലും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അങ്ങനെ ഓരോ പൊടികൾ നിറച്ച് വെച്ചേക്കാണ്. ഒരു ഭരണി ഒഴിഞ്ഞിട്ടാണുള്ളത്. അപ്പോൾ ഇതൊക്കെ വീക്ഷിച്ച പണ്ഡിതൻ ചോദിച്ചു, ഈ ഒരു ഭരണി മാത്രം എന്താണ് ഒഴിഞ്ഞു കിടക്കുന്നത്, ബാക്കി എല്ലാത്തിലും ഓരോ സാധനങ്ങൾ വെച്ച് നിറച്ചിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ വൃദ്ധനായ കച്ചവടക്കാരൻ പറഞ്ഞു, ഒരു ഭരണി അത് ഒഴിഞ്ഞതാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, അത് കൃഷ്ണൻ്റെ ഇരിപ്പിടമാണ്, കൃഷ്ണൻ അതിനകത്താണുള്ളത് എന്ന് പറഞ്ഞു, അത് കണ്ണന് വേണ്ടി വെച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ പണ്ഡിതൻ സംശയമായി. അന്നേരം അദ്ദേഹം പറഞ്ഞു, ഈ ഒഴിഞ്ഞ ഭരണി എന്നുള്ളത് നമ്മളുടെ മനസ്സ് പോലെയാണ്, മനസ്സിൻ്റെ പ്രതീകമാണ്. ഒഴിഞ്ഞ സ്ഥലത്ത് മാത്രമേ ഈശ്വരൻ ഇരിക്കാനുള്ള ആ ഒരു ഇടം ഉണ്ടാവുകയുള്ളൂ. കാരണം അഹങ്കാരവും സ്വാർത്ഥതയും ഒക്കെ നിറഞ്ഞിരിക്കുന്ന മനസ്സിൽ ഒരിക്കലും ഈശ്വരന് ഇരിപ്പിടം ഉണ്ടാകില്ല. അതുകൊണ്ട് അതിൻ്റെ പ്രതീകമായിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു സിംബോളിക് സിഗ്നിഫിക്കൻസ് ആണ് ഞാനിവിടെ ആ ഒരു ഭരണി അങ്ങനെ ഒഴിച്ചിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതുപോലെയാണ് നമ്മളുടെ മനസ്സും. അഹങ്കാരവും സ്വാർത്ഥതയും ഒക്കെ നിറയുന്ന സമയത്ത് ഈശ്വരൻ ദൂരെ ദൂരെ പോകുമെന്നാണ്. ഹാവ് എ നൈസ് ഡേ.